എൻ ബലമാണവൻ, എൻ സ്നേഹമാണവൻ, എൻ ജീവനാണവൻ, എൻ നാഥനാണവൻ. എൻ ബലമാണവൻ, എൻ സ്നേഹമാണവൻ, എൻ ജീവനാണവൻ, എൻ നാഥനാണവൻ. വൻകിരിയിൽ എന്നെ നിർത്തിയിടുന്നു, ഇരുളിൽ വെളിച്ചം നൽകിയിടുന്നു. വൻകിരിയിൽ എന്നെ നിർത്തിയിടുന്നു, ഇരുളിൽ വെളിച്ചം നൽകിയിടുന്നു. ഈ ലോക സ്നേഹങ്ങൾ മാറിയെന്നാലും ആരുമില്ലാതെ ഞാൻ ഏകനായാലും അരികിൽ വരും എൻ്റെ യേശുനാഥൻ. കൃപകൾ തരും എൻ്റെ യേശുനാഥൻ. അരികിൽ വരും എൻ്റെ യേശുനാഥൻ. കൃപകൾ തരും എൻ്റെ യേശുനാഥൻ. എൻ ബലമാണവൻ, എൻ സ്നേഹമാണവൻ, എൻ ജീവനാണവൻ, എൻ നാഥനാണവൻ. വൻകിരിയിൽ എന്നെ നിർത്തിയിടുന്നു, ഇരുളിൽ വെളിച്ചം നൽകിയിടുന്നു. വൻകിരിയിൽ എന്നെ നിർത്തിയിടുന്നു, ഇരുളിൽ വെളിച്ചം നൽകിയിടുന്നു. ആ ശുശ്രൂഷ മാത്രമേ എവിടെ പോകൂ. അല്ല നമ്മൾ എങ്ങനെയെങ്കിലും എനിക്കിത് സ്നാനപ്പെട്ടാൽ മതി, എവിടെയെങ്കിലും ചെന്നൊന്ന് സ്നാനപ്പെടാം, അതിനേക്കാൾ മിണ്ടായിരുന്ന പോരെ. സ്നാനപ്പെട്ടു എല്ലാവോ അടുത്ത് എവിടെയെങ്കിലും ചെന്നൊന്ന് കർത്തൃമേശ സ്വീകരിക്കാം. ഓരോരിടത്ത് അപ്പം നുറുക്കുന്നവരുണ്ട്, എല്ലായിടത്തും പോകാൻ പറ്റുമോ? പിന്നെ എങ്ങനെയുള്ള ശുശ്രൂഷയാണ് സത്യത്തിൽ ബൈബിളിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നു ആ ശുശ്രൂഷയ്ക്ക് അപ്പുറത്തുള്ള ഒന്നും ആരംഗീകരിക്കില്ല. ആൾക്കാർ അംഗീകരിക്കുമായിരിക്കും, തരുന്നവർ അംഗീകരിക്കുമായിരിക്കും, സഭയ്ക്കൊക്കെ തിരിക്കും. ആയിരക്കണക്കിന് ആൾക്കാർ ഇതെടുക്കുന്നു, അവരൊക്കെ നരകത്തിലോട്ടാണ് പോകുന്നത്. എന്നാ പിന്നെ എനിക്ക് പിന്നെ സ്വത്രം കർത്താവ് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വചനപ്രകാരമാണോ നീ രക്ഷ, മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവാണോ, ഉപദേശം ഏത്, കർത്തൃമേശ ഏത്, നീ പ്രാപിച്ച ആ ദൈവവചനത്തിൻ്റെ വചനം എങ്ങനെയാണ്, അപ്പോസ്തലിക ഉപദേശത്തിലൂടെയാണോ നീ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തിൽ നിറയുന്നതും ക്രിസ്തു യേശുവിനെ മഹത്വപ്പെടുത്തുന്നതെല്ലാം നിനക്ക് കിട്ടിയ സുവിശേഷമേത്, നിന്നെ മണവാട്ടി വർഗത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്, അത് ലോകത്തിൽ അതും ഇതും കാണിച്ചിട്ട് സ്വത്രം ഇതെല്ലാം കാണിച്ചിട്ട് ഇതെല്ലാം നിനക്കുള്ളത് എന്ന് പറയുന്ന ഒരു ഉപദേശമാണോ, അതോ നശിച്ചു പോകാത്ത ക്രിസ്തുവിനെ കൊടുക്കുന്ന ഉപദേശമാണോ? ആ ക്രിസ്തുവിനെ കൊടുക്കുന്ന ഉപദേശത്തിനകത്ത് സ്വീകരിച്ചു വേണം സ്നാനപ്പെടാൻ. അല്ലാത്ത സ്നാനം കർത്താവ് അംഗീകരിക്കുമോ? നമ്മൾ സ്നാനപ്പെടുന്നത് എന്തിനാണ്? പള്ളി ചേരാനാണോ, യേശുവിനോട് ചേരാനാണോ? യേശുവിനോട് ചേരാനാണ്. അപ്പം യേശുവിനോട് കർത്താവ് ചേർക്കണമെങ്കിൽ വചനപ്രകാരമുള്ള സ്നാനത്തിലെ അപ്പോൾ സ്വർഗരാജ്യ നിമിത്തം ചിലപ്പോൾ ഷണ്ടനാകേണ്ടി വരും ഇല്ലേ? ദൈവരാജ്യ നിമിത്തം, ക്രിസ്തു നിമിത്തം ചിലപ്പോൾ ഷണ്ടനാകേണ്ടി വരും, ചിലതൊക്കെ കളയേണ്ടി വരും. യേശു എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിട്ട് പാളയത്തിൻ്റെ പുറത്ത് കഷ്ടമേറ്റെങ്കിൽ, എവിടെ യേശു എല്ലാം ഉപേക്ഷിച്ചിട്ട് പാളയത്തിൻ്റെ പുറത്ത് കഷ്ടമേറ്റു ഇല്ലേ? സ്തോത്രം. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിലില്ലാത്തതൊന്നും കർത്താവ് അംഗീകരിക്കത്തില്ല. അത്രയിൽ പ്രസംഗിച്ചു മറിച്ചിട്ട സുവിശേഷം, വിപരീത സുവിശേഷം, സത്യസുവിശേഷത്തിന് വിരുദ്ധമായിട്ടുള്ള സുവിശേഷം, പിന്നെ അങ്ങനെയുള്ള ഗലാത്യർക്ക് ലേഖനം 1 നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. സ്തോത്രം. അപ്പോസ്തലൻ ചോദിക്കുന്നു, ബുദ്ധിയില്ലാത്ത 3:1-2 ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങൾ ശുദ്ധം ചെയ്ത് മയക്കിയതാര്? സ്തോത്രം. കർത്താവിൻ്റെ സത്യവചനപ്രകാരമേ ഇരിക്കാവൂ. ആ വചനം മാത്രമേ ഞാനും നിങ്ങളും കേൾക്കാവൂ, അത് മാത്രമേ അംഗീകരിക്കാവൂ, ആ വചനപ്രകാരമുള്ള സ്നാനമേ എടുക്കാവൂ, ആ വചനപ്രകാരമേ നമ്മൾ മുന്നോട്ട് പോകാവൂ. ഇല്ലെങ്കിൽ പണിയുന്നതൊന്നും ഇവിടെ കത്തിപ്പോകും, ദൈവത്തിൻ്റെ അടുത്ത് എത്തൂല.
ഇത് മറക്കരുത്, ഇന്നും മറക്കരുത്, നാളെയും മറക്കരുത്. നിങ്ങളോട് സുവിശേഷത്തെക്കുറിച്ച് ചോദിക്കുന്നവരോട് എല്ലായിടത്തും, നിങ്ങളിപ്പോൾ സ്നാനപ്പെടാത്തവർ ഒരുപാട് തിരിപ്പുണ്ട്. അടുത്ത നാളുകളിൽ സ്നാനം ഇവിടെ ഉണ്ട്. സ്നാനപ്പെട്ടിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിലപ്പെട്ട സമയം സ്നാനപ്പെട്ടു കൊടുക്കണം. കാരണം നമുക്കറിഞ്ഞൂടെ, നമ്മളെപ്പം വിളിച്ചാലും നമ്മൾ ഓടി അങ്ങ് പോകേണ്ടവരാണ്. നമ്മളെ വീട് ഇവിടെ അല്ല, നമ്മുടെ വീട് സ്വർഗമാണ്. ഹല്ലേലൂയ, ഈ സ്തോത്രം. അപ്പോൾ നമ്മൾ ദൈവം തരുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ രക്ഷിക്കപ്പെടുകയും മനസ്സാന്തരപ്പെടുകയും സ്നാനപ്പെടുകയും വേണം. പക്ഷെ സ്നാനം എടുത്തേ തീരുള്ളൂ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചെന്ന് സ്നാനം എടുക്കുക ദൈവം അംഗീകരിക്കുമോ? പിന്നെ എവിടെ സ്നാനപ്പെടണം? സത്യ തിരുവചനമുള്ള പള്ളിക്കകത്ത് സത്യ ഉപദേശത്തിന്റെ കീഴിലിരുന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വാസത്താൽ കർത്താവിന്റെ ദാസന്മാരുടെ കൈ കീഴിൽ സ്നാനപ്പെടുമ്പോൾ ആ സ്നാനം വചനപ്രകാരമാകയാൽ സ്വർഗത്തിൽ വരാം. മറ്റേ കാണുന്ന എല്ലാത്തിനെയും കൊണ്ട് സ്നാനപ്പെടുത്തുമോ ദൈവം? കാണുന്ന എല്ലാത്തിനെയും തൂക്കിക്കൊണ്ട് സ്നാനപ്പെടുത്തുന്ന സ്നാനം ദൈവം അംഗീകരിക്കുമോ? പിന്നെ ദൈവം അംഗീകരിക്കുന്ന സ്നാനം വചനപ്രകാരമുള്ള സ്നാനമാണ്. ഒരാളിൻ്റെ ഇഷ്ടത്തിനൊക്കെ പറയാം, ആൾക്കാർക്ക് സഭയിൽ ആൾക്കാരെ ചേർക്കാം, ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യാം, ചേർക്കാം, സഭ വലുതാക്കാം, പേരുണ്ടാക്കാം, പ്രശസ്തി ഉണ്ടാക്കാം. നമ്മൾ വിചാരിക്കും നമ്മൾ സ്വർഗത്തിൽ തന്നെ പോവില്ല. കാരണം കർത്താവിൻ്റെ വചനപ്രകാരമല്ല പണിയുന്നെങ്കിൽ ഈ പണിയെല്ലാം ഇവിടെ കത്തും. അവിടെ ചെല്ലുമ്പോൾ കിടന്ന് ഇടിക്കാന്നേ ഉള്ളൂ. ഇവിടെ പറഞ്ഞവരും അവിടെ നിന്നവരൊന്നും അവിടെ നമ്മളെ രക്ഷിക്കാനായിട്ട് പറ്റുകയില്ല. ആ സമയമാകുമ്പം കൈയും കാലിട്ട് അടിക്കണ്ടെങ്കിൽ ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ യഥാർത്ഥ വചനം കേട്ട് ക്രിസ്തുവിൻ്റെ രാജ്യ നിമിത്തം, യേശു നിമിത്തം ഞാൻ ഷണ്ണനാകണമെങ്കിൽ ഓക്കെ അപ്പ, ഇത് ഉപേക്ഷിക്കാൻ ഞാൻ ഒരുക്കമാണ്, എനിക്ക് സ്നാനപ്പെട്ട അപ്പനായി ജീവിക്കണം എന്നൊരു ഉറപ്പ് നമുക്കകത്ത് ക്രിസ്തുവിൽ നിറയുന്നെങ്കിൽ ഞാൻ പറയാം, അതല്ലേ നമ്മളിപ്പോൾ താഴെ വായിക്കുന്നു, വായിച്ചേ, വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സ്നാനപ്പെടാനുള്ള എല്ലാവരും ഒരുപാട് ഒരു സ്നാനപ്പെടാനുണ്ട്. വായിച്ചേ. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ട് വരും. തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. അടുത്ത് ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിലൂടെ അല്ലാതെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് സ്നാനമുണ്ട്, ഒരുപാട് സ്ഥലത്ത് അപ്പം നുറുക്കലുണ്ട്, ഒരുപാട് പള്ളികളുണ്ട്, വ്യത്യസ്തമായ ആരാധനയുണ്ട്. നമുക്ക് തട്ടും കുത്തൊന്നും കിട്ടൂല പള്ളിയുണ്ട്, നമ്മളെപ്പോഴും പൊക്കി പറയുന്ന പള്ളിയുണ്ട്. അവരുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, ഈ ആടുകളൊന്നും സ്വർഗത്തിലെത്തണമെന്നല്ല, അവരുടെ വിലയും അവരുടെ നിലയും അവരുടെ സഭയിലെ ആൾക്കാരുടെ വലിപ്പവുമാണ്. ആരും വേറെ ചിന്തിക്കല്ല, ആരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ ഇത് തിരിച്ചറിഞ്ഞോളണം. എൻ്റെ ദൈവം നമുക്ക് തരുന്ന വചനം സത്യസന്ധമായ വചനമാണെന്നും ഈ വചനത്തിൻ്റെ മുമ്പിൽ രക്ഷിക്കപ്പെട്ട് മനസ്സാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനോട് ചേരേണ്ട അവസരം യേശുവിനോട് ചേരണമെന്നും അല്ല എങ്കിൽ നമ്മൾ ചതിയിലകപ്പെടുമെന്നും ഈ ചതിയിൽ നിത്യ നരകത്തിൽ പോകുമ്പോഴാണ് മനസ്സിലാകുന്നത്. അയ്യോ, ഞാൻ സ്നാനപ്പെട്ട് കർത്താവ് എന്ന് പറയുമ്പോൾ യേശു പറയും, നിന്റെ സ്നാനം ഞാൻ കണ്ടില്ലെന്ന് പറയും. എന്താ കാണാത്തെ? എന്തുകൊണ്ടാ? എവിടെ എങ്ങനെ പണിത് എങ്ങനെ? വചനത്തിലല്ല, ക്രിസ്തുവിൻ്റെ പ്ലാനിങ്ങിലല്ല. പെട്ടകം പണിയാൻ കൊടുത്തു. നോഹയോട് പറഞ്ഞ്, നോഹ ഇതാ ജലപ്രളയം വരാൻ പോകുന്നു, പെട്ടകം പണിതോ? പെട്ടകം പണിയാൻ കൊടുത്തിട്ട് നോഹയുടെ ഇഷ്ടത്തിനാണോ പണിത്? പിന്നെ എന്തെന്ന് പറഞ്ഞു? ഞാൻ തരുന്ന പ്ലാനിങ് പ്രകാരം നീ പണിയണം. കണ്ടോ? അപ്പം നമുക്ക് സ്നാനം എന്ന് പറഞ്ഞാൽ യേശുവിനോട് ചേർന്ന് സാധാരണ കാര്യമല്ല സ്നാനം. അങ്ങനെ ചെയ്യണമെങ്കിൽ ദൈവവചനപ്രകാരം എന്ത് ചെയ്യാവുള്ളൂ? പണിയാവൂ. അതിന് മനസാന്തര വചനം പറയും, പാപങ്ങൾ ഏറ്റുപറയും, ദിവസങ്ങൾ ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങി അവനോട് നിലവിളിച്ച് കർത്താവ് അവരെ തൊട്ട് അവരെ സകല ബന്ധനങ്ങളെയും കർത്താവ് അഴിച്ച് അവർ യേശു ആകുന്ന വിശുദ്ധനാകുന്ന യേശുവിനോട് കൂടെ ഒട്ടിക്കും. സ്നാനത്തിലൂടെ ഒട്ടിച്ച് അവര് സ്നാനക്കുളത്തിലും കയറി വരുന്നത് ആരെപ്പോലെ? ക്രിസ്തുവിനെ ധരിച്ച ഒരു പുതിയ. പിന്നെ അതിനൊരു ജീവിതം, അതിനുള്ള വചനങ്ങളുണ്ട്. എങ്ങനെ ആയിരിക്കണം, എങ്ങോട്ടായിരിക്കണം, പിന്നെ എങ്ങനെയുള്ള കർത്തൃമേശ ആയിരിക്കണം, എങ്ങനെയാണ് കൂട്ടായ്മ ആചരിക്കേണ്ടത്. അല്ലാത്തടത്ത് ഒരിടത്തും ചെന്ന് ഇരിക്കാൻ പാടില്ല. അല്ലാത്തടത്ത് ഒരിടവും ദൈവവചന വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒന്നിലും നമ്മൾ യെസ് വെക്കാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ അവരിൽ കൂട്ടാളി ആകരുത്. എന്തില്? സ്വത്രം. അത് കൊരിന്ത്യർക്ക് ലേഖനത്തിനകത്തുണ്ട്. എടുത്തേ നമുക്ക് വായിക്കാം. പാസ്റ്റർ വരുന്നവരെ നമുക്ക് ടക്കന വചനം ശ്രദ്ധിക്കാം. 6-ാം അധ്യായം 2 കൊരിന്ത്യർക്ക് ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ 14 വായിച്ചേ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അയൽവക്കത്തിരിക്കുന്നവരെല്ലാം കുടുംബത്തോടെ ചെന്ന് ഇതാ ഇന്ന് പോകുന്നു, നാളെ സ്നാനം എടുക്കുന്നു. ചിലപ്പോൾ ഇന്ന് പോകുന്നു, ഇന്ന് തന്നെ സ്നാനപ്പെടുന്നു. നല്ലതാണ്. ആ ഒരു രീതിയിൽ കർത്താവിൽ നിറഞ്ഞ് നിന്നാൽ ഓക്കെ.
അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ മുമ്പിൽ ആ വചനം എങ്ങനെയാണ്, എന്താണ് ബൈബിൾ പറയുന്നത്, ഇതിനകത്ത് എന്ത് കൊടുത്തിരിക്കുന്നു, അത് കേട്ട് അതിന് മുൻപിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ആ ക്രിസ്തുവിൻ്റെ ആ വചനത്തിലൂടെ ജീവിക്കാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് തങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളെ ഉടഞ്ഞ് ആ ഒരു ദൈവിക സമാധാനത്തിനകത്ത് വന്ന് ആ ക്രിസ്തുവിൻ്റെ കൃപയ്ക്കകത്ത് നിന്ന് സ്നാനപ്പെട്ട് യേശുവിനോട് ചേരുന്നതിൻ്റെ വില ഒന്ന് നോക്കിയേ. ആ ആള് മൊത്തത്തിൽ മാറും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അല്ലാതെ നമ്മൾ പോയെന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നു നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത്? നീതിയോടെ സ്നാനം കൊടുക്കുന്നവരുണ്ട്, കർത്തൃമേശ കൊടുക്കുന്നവർ, വചനം പ്രസംഗിക്കുന്നവരുണ്ട്. അധർമ്മത്തോടെ എന്ന് വെച്ചാൽ അവർക്ക് മറ്റൊരു ലാഭം, ജനങ്ങളെ കൂട്ടുന്നു, കുറച്ച് കാര്യങ്ങൾ ദൂത് പറയുന്നു, എത്ര പേര് സ്നാനപ്പൊക്കെ കൈപൊക്കിക്കുന്നു, അവരെ കൊണ്ടുപോകുന്നു. ആരെയും വിമർശിക്കുന്ന ആളല്ല ശാലിനി, എന്നെക്കാൾ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ തിരുവചനം പറയുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരുടെ പിന്നിൽ പല ലക്ഷ്യങ്ങളും കാണും. ഇറങ്ങിയാൽ കർത്താവിൻ്റെ വചനപ്രകാരം സ്നാനപ്പെട്ട് ചിലപ്പം നിന്നയും ദുഷിയൊക്കെ ചിലപ്പം കേൾക്കേണ്ടി വരും. സാരമില്ല, ക്രിസ്തു നിമിത്തം യേശു നമുക്ക് വേണ്ടി ഒരു പാപവും ചെയ്യാത്ത യേശു പാപം ഏറ്റെടുത്തില്ല, എൻ്റെ നിങ്ങളുടെയും. സ്തോത്രം. അങ്ങനെയെങ്കിൽ പാളയത്തിൻ്റെ പുറത്ത് യേശു കഷ്ടമേറ്റൂല്ലേ? എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെ രക്ഷിക്കാൻ. അപ്പോൾ നമ്മൾ പണിയുന്ന എല്ലാം വചനപ്രകാരമായിരിക്കണം, അല്ലാത്ത എല്ലാം കത്തിപ്പോകും. അപ്പം നമ്മളോട് പറയും ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്. അവിടെ ഒന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അവിടെ വചനവും ഒന്നും ഒരു കുഴപ്പമില്ല. അതൊന്നും സാരമില്ല, അത് നീ ഒരു കുഴപ്പമില്ല. നീ എങ്ങനെയെങ്കിലും സ്നാനപ്പെട്ട് പള്ളിയിൽ വരാൻ നോക്ക്, എങ്ങനെയെങ്കിലും വരാൻ നോക്ക്. സ്നാനപ്പെട്ട് പള്ളിയിൽ യേശുവിനെ കിട്ടിയില്ലെന്നല്ല, നീ എങ്ങനെയെങ്കിലും യേശുവിനെ കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് ഫലമുണ്ടോ? ഇനി നമ്മൾ സ്നാനപ്പെട്ട് കർത്തൃമേശ സ്വീകരിച്ച് ആരാധനയ്ക്ക് പങ്കെടുത്ത് പെന്തക്കോസ്തിൽ തന്നെയാണ് ആരാധിക്കുന്നത്. പെന്തക്കോസുമായിട്ട് ബന്ധപ്പെട്ടൊരു പള്ളി എന്ന് വെച്ചോ, ആരാധിച്ചു. അവിടെ സത്യസുവിശേഷമല്ല, അപ്പോസ്തലൻ വചനത്തിലൂടെ പറയുന്ന അപ്പോസ്തലിക ശുശ്രൂഷ അല്ലെങ്കിൽ അതാണ് നമുക്ക് ആവശ്യം. അതോ ധാരാളമായി നമ്മുടെ വീട്ടിനകത്ത് ചെന്ന് കയറുന്നതാണ് ആവശ്യം. അല്ലെങ്കിൽ നമ്മളെ വീട്ടിനകത്ത് എവിടെ പോകണം, എങ്ങനെ പോകണം? ധാരാളമായി. പത്രോസിൻ്റെ ലേഖനത്തിനകത്തുണ്ട്, ഇത് വായിച്ചിട്ട് പോകാം. വായിച്ച് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തൊരു പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി ദൈവാലയത്തിനെ. കണ്ടോ, ഇതൊക്കെ നമ്മൾ ചോദിക്കുകയാണ്, മക്കളെ നീ ആര്? നീ കേൾക്കുന്ന സുവിശേഷം ഏത്? നിന്റെ സാധനം ഏതായിരിക്കണം? നിന്റെ കർത്തൃമേശ ഏതായിരിക്കണം? നിന്റെ കൂട്ടായ്മ ബന്ധം ഏതായിരിക്കണം? നീ ഏതിലൂടെയാണ് പണിയേണ്ടത് ഈ ജീവിതത്തിൽ? നീ എന്താണ് ചിന്തിക്കുന്നത്? നിന്റെ ലക്ഷ്യം നിത്യതയാണോ? നിന്റെ ലക്ഷ്യം യേശു ആണോ? നീ ചിന്തിക്കുന്നത് യേശുവിൽ ജീവിക്കാനാണോ? എന്നാൽ ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ മാത്രമേ അത് രക്ഷയുള്ളൂ. ഒന്നുകൂടെ വായിച്ച വരും ഒന്നുകൂടെ. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. കണ്ടോ, ഒരു ഓഹരിയില്ല. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ പണിയാത്തതെല്ലാം എന്ത് ചെയ്യും? കത്തിപ്പോകും, ഉറപ്പാണ്. ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ നിങ്ങൾ ശുദ്ധം ചെയ്ത് മയക്കിയത് ആര്? ക്രിസ്തുവിന് ഇത്രയും വരച്ച് ആരാണ് യേശുവെന്നും എന്താണ് സുവിശേഷമെന്നും എന്താണ് ജീവനെന്നും എങ്ങനെയാണ് സ്തോത്രം ഒരു വ്യക്തി മനസ്സാന്തരപ്പെടുന്നെന്നും ഒരു വ്യക്തിയുടെ ആത്മാതലം എങ്ങനെയാണെന്നും മനസ്സിൻ്റെ തലം എന്താണെന്നും ജഡത്തിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണെന്നും ജഡത്തിൻ്റെ പ്രമാണം എന്താണെന്നും ആത്മാവിൻ്റെ പ്രമാണം എന്താണെന്നും അവിടെ ആരാണ് പകരക്കാരനായി വരുന്നതെന്നും അവിടെ ആരാണ് നമുക്ക് വേണ്ടി എല്ലാം ഏറ്റെടുത്തിട്ട് നമ്മെ രക്ഷിച്ചതെന്നും ആരുടെ നീതിയാണ് നമുക്ക് കിട്ടുന്നതെന്നും എന്നുള്ള സത്യാവസ്ഥയെ വചനം അപ്പോസ്തലന്മാർ ഉപദേശിച്ച ഉപദേശം നമ്മുടെ സഭയ്ക്കകത്ത് കിട്ടുമ്പോൾ കേൾക്കുന്ന സഹോദരങ്ങളെ തെറ്റിപ്പോകരുത്. വായിച്ച വചനം വായിച്ചേ. വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി? ഒരു ഓഹരിയുമില്ല. വിശ്വാസി അവിശ്വാസി തമ്മിൽ ഒരു ഓഹരിയില്ല. നീ സ്നാനപ്പെടുമ്പോൾ അങ്ങനെ വേണം സ്നാനപ്പെടാൻ. നീ കർത്തൃമേശം പങ്കെടുക്കുമ്പോൾ അങ്ങനെ വേണം കർത്തൃമേശം പങ്കെടുക്കാൻ. നീ കർത്താവിൻ്റെ മുമ്പിൽ അഭിഷേകത്തിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ വേണം ഇരിക്കാൻ. അങ്ങനെ ഒരു കൂട്ടായ്മയിലുള്ള വചനത്തിൽ വേണം നീ നിൽക്കാൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അടുത്ത വരി. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? അടുത്ത് നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ല. നമ്മൾ ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. പത്രോസ് അപ്പോസ്തലൻ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. വായിച്ചേ. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും. വിളി എന്തിനാ മക്കളെ? ഇന്ന് സത്യ നീ വചനം കേൾക്കുന്നുണ്ട്. നീ സത്യവചന പ്രകാരം ചിലപ്പോൾ ഷണ്ണനാകേണ്ടി വരും.
എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രാജ്യനിമിത്തം എനിക്കപ്പോൾ അത് വേണ്ട. എനിക്ക് യേശുവിനെയാണ് സ്നേഹം. എനിക്ക് ഈ ലോകത്തിലുള്ള ചിലതിനെ അല്ല എനിക്കിഷ്ടം. എന്നെ ഇത്രമാത്രം മരണം കൊണ്ട്, നേരത്തെ നമ്മൾ കേട്ടു വചനത്തിലൂടെ, ദൈവദാസം പ്രസംഗിക്കുമ്പോൾ നമ്മൾ വചനത്തിലൂടെ ആഴമായ വചനം കേട്ടു. എന്താ വചനം കേട്ടെ? ദൈവത്തിന് സ്തോത്രം. യേശു മുഴുവനും അല്ല, അവസാനം തീരുന്നതിന് രക്തം വരെ കൊടുത്തു. ഹല്ലേലൂയ. എല്ലാം തന്നില്ലേ നമുക്ക്? ദൈവത്തിന് മഹത്വം. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, എനിക്ക് വേണ്ടി പാപമില്ലാത്ത ഒരുവൻ എനിക്ക് വേണ്ടി പാപം ഏറ്റെടുത്ത് അവസാനത്തുള്ള രക്തം വരെ തന്നെങ്കിൽ പിന്നെയാണോ ഈ ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ ചിലത് കർത്താവിന് ഇഷ്ടമല്ലാത്തതിനെ ഉപേക്ഷിച്ച് സ്വർഗരാജ്യ നിമിത്തം ഷണ്ടനാകുന്ന കാര്യം അതിനേക്കാളും വലുതാണോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. സ്തോത്രം. അപ്പം നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ, ഞാൻ ചെയ്യും പോലെ ചെയ്ത് നടക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സ്നാനം എവിടെ പോയി സ്നാനപ്പെടാം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് കൊള്ളാകുന്നവരല്ല. പിന്നെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ സ്നാനപ്പെടുമ്പോൾ, വചനപ്രകാരം ഞാൻ സ്നാനപ്പെടുമ്പോൾ, വചനപ്രകാരം കർത്തൃമേശ സ്വീകരിക്കുമ്പോൾ, വചനപ്രകാരം കൂട്ടായ്മ ആചരിക്കുമ്പോൾ, സ്നാനം മാത്രമല്ല വചനപ്രകാരമുള്ള കൂട്ടായ്മ നമ്മൾ ആചരിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ ചിലർ ചിന്തിക്കും, ഓ ബാക്കിയുള്ള പള്ളിയിലൊന്നും സിസ്റ്ററിന് വേറെ കുഴപ്പമായതുകൊണ്ട് വേറെ പള്ളിയിലൊന്നും പോകുന്നവരൊന്നും ആരാധിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. സത്യ ഉപദേശം ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ. സത്യ ഉപദേശം ഇല്ല. അവരുടെ ലക്ഷ്യം സ്തോത്രം ദൈവ മക്കളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി സ്വർഗത്തിൽ കൊണ്ടുപോവുകയല്ല. അവരുടെ ലക്ഷ്യം ഈ ദേശത്തിൽ, ഈ ലോകത്തിൽ അവരുടെ പേരും പ്രശസ്തിയും. എൻ്റെ സഭയ്ക്കകത്ത് ഇത്ര ആളുണ്ട്, സ്വർഗത്തിൽ പോകുന്ന എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. കണ്ടോ? പണിയുന്ന എല്ലാം ആൾക്കാരെ പ്രസാദിപ്പിക്കാനുള്ള പണി ആർക്കും വേദന എടുക്കത്തില്ല. ഒറ്റ മനുഷ്യന് വേദന വരില്ല. കാരണം അവരെ സോപ്പ് ചെയ്തിട്ട് മെഴുകി കലക്കി ഒരു വേദനയും വരില്ല. സ്വത്രം പോകുമ്പോൾ തന്നെ എല്ലാ പാപവും ചെയ്യാം, വീണ്ടും ചെന്ന് എന്ത് ചെയ്യാം? പള്ളി പോകാം, എല്ലാ പാപവും ചെയ്യും, പള്ളി പോകും. പക്ഷേ അപ്പോസ്തലിക ഉപദേശം അങ്ങനെയല്ല. നമ്മളെ ഉടയ്ക്കും. ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു തെറ്റായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നേ. പക്ഷെ അന്നത്തെ ഞായറാഴ്ച പള്ളിക്കകത്ത് വന്നിരിക്കുമ്പോൾ അപ്പോസ്തലിക ശുശ്രൂഷയാണെങ്കിൽ നമ്മളെ വെട്ടിയിരിക്കും. എന്തിനെന്നറിയാമോ വെട്ടുന്നത്? വേറെ ഒന്നിനുമല്ല, ക്രിസ്തുവിൻ രക്തത്താൽ നമ്മളെ വിലക്കി വാങ്ങിയുണ്ട്. നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുകയാണ്. നമ്മൾ വെട്ടിയിരിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പണിയുന്നത് ക്രിസ്തുവിലല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പഴയതുപോലെ വിശാല വഴിയിലൂടെ പോയാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, വായിച്ചേ പത്രോസ് അപ്പോസ്തലൻ അങ്ങനെ വായിച്ചേ. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ വിളിയും തിരഞ്ഞെടുത്ത് ഉറപ്പാക്കണം. ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. എങ്ങനെ ചെയ്താൽ എന്നെ വിളിച്ച വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി സത്യവചനപ്രകാരം ക്രിസ്തു യേശു ഇട്ടിരിക്കുന്ന വചനമല്ലാതെ, അപ്പോസ്തലന്മാർ പണിതിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ, ക്രിസ്തുവിലുള്ള ആ വചനത്തിലൂടെ അല്ലാതെ ആ ഒരു ഇതില്ല. അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? വെളിയിൽ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി. അടുത്ത വരി. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ. എങ്ങനെ ഇടറൂല. ഒരു നാൾ നമ്മൾ ഇടറൂല. കാരണം എന്താ? നമ്മൾ പണിത് ഏതിൽ? ക്രിസ്തുവിലാണ്. നമുക്ക് ധൈര്യമുണ്ട്, പേടിയില്ല, ഒരിടത്തും പേടിക്കുകയില്ല. ആരൊക്കെ എന്ത് പറഞ്ഞാലും. കാരണം എന്താ? അടിസ്ഥാനം ആരാ? പണിതാരില്ല. വചനപ്രകാരം ക്രിസ്തുവിൽ പണിതു. അപ്പോൾ നമുക്ക് അവിടെ കർത്താവ് അറിയുന്നില്ലെന്ന് പറയുമോ? ഇല്ല. എന്തുകൊണ്ട് പറയുന്നില്ല? കർത്താവ് നോക്കുമ്പോൾ പണിതതെല്ലാം എങ്ങനെയാ? വായിച്ചേ. ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. കണ്ടല്ലോ, രാജ്യത്തിലേക്കുള്ള പ്രവേശനം എങ്ങനെ പ്രാപിക്കും? ധാരാളമായി പ്രാപിക്കും. കുറച്ചൊന്നല്ല. ഞാൻ അതുകൊണ്ടാണ് പ്രസംഗിക്കും പറയുന്നത്, നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഉന്തി തുറന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തുറക്കണേ. എങ്ങനെയെങ്കിലും ഇങ്ങനെ തള്ളയും വേണ്ട, ഉന്തയും വേണ്ട. നമ്മളെ വീട്ടിനകത്ത് നമ്മളും കയറി നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ സ്വത്രം അയൽവക്കത്തുകാരൻ്റെ വീട്ടിൽ ചെന്ന് ആളുണ്ടാന്ന് ചോദിച്ചു ഹോളിമെല്ലടിച്ച് ബെല്ല് എൻ്റെ വീട് കേൾക്കാത്ത പോലെ കേൾക്കാതെയാണെങ്കിൽ അപ്പുറത്ത് വാതിലൊന്ന് തട്ടി അപ്പുറത്തൂടെ കറങ്ങിയിട്ട് ഒന്ന് തുറക്കോ എന്നൊന്നും സ്വർഗത്തിൽ പോകുമ്പോൾ ചോദിക്കണ്ട. അത് എൻ്റെ വീടാണ്. ഇവിടെ ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു പൈതൽ, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതൽ, ക്രിസ്തുവിൽ നിറയുന്ന ഒരു പൈതൽ, ഹല്ലേലൂയ, മുഴുവൻ അപ്പച്ചന് വിട്ടുകൊടുത്ത ഒരു പൈതൽ ഓടിച്ചാടി ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ നേരെ ടക്കനെ അടുത്ത് അപ്പൻ്റെ രാജ്യത്തിനകത്ത് അങ്ങ്. നിങ്ങൾക്ക് എത്രയൊക്കെ സന്തോഷമുണ്ട് ഇത് കേൾക്കുമ്പോൾ. ചിന്തിച്ചു നോക്കിയേ, ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പദവി. ഇത് ഇട്ടിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്ന് തുറക്കുമോ? വല്ല വേദനം കയറിയെന്നല്ല, അവിടെ ചെന്ന് എത്തിയെന്നല്ല, അങ്ങനെയല്ല. ഒരു ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതൽ, ക്രിസ്തുവിൽ നിറയുന്ന ഒരു പൈതൽ, ക്രിസ്തുവാണ് എന്നെ പിടിച്ചിരിക്കുന്നതെങ്കിൽ, ക്രിസ്തുവാണ് പണിയുന്നതെങ്കിൽ, ഞാൻ മരിച്ചു ക്രിസ്തുവിലാണ് ജീവിക്കുന്നതെങ്കിൽ, ക്രിസ്തുവാണ് എന്നിൽ നിറഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ആ പൈതൽ പണിതല്ല ഇവിടെ നടക്കുന്നത്, ക്രിസ്തു പണിതാണ് നടക്കുന്നത്. അതിന് സ്വർഗത്തിൽ വിലയുണ്ട്. ആ വ്യക്തി ഇവിടം വിട്ടു പോകുമ്പോൾ നേരെ അപ്പൻ്റെ രാജ്യത്തിൽ അങ്ങ് കയറി പോകും. പേടിക്കാനൊന്നുമില്ല. ബാക്കി ഒന്നുകൂടെ വായിച്ചേ.
വായിച്ചിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2 പോകണം. വായിച്ചേ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ. കണ്ടോ, ഇങ്ങനെ ചെയ്താൽ, ക്രിസ്തുവിൽ ചെയ്താൽ, വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി ക്രിസ്തുവിൽ ചെയ്യേണ്ടത് ചെയ്താൽ, ഇങ്ങനെ ചെയ്താൽ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കർത്തൃമേശ യേശു വലുതാകണമെന്നല്ല, ക്രിസ്തുവിൻ്റെ വചനം എല്ലായിടും നിറയണമെന്നല്ല, പിന്നെ ഞാൻ വലുതാണ്, എനിക്കുള്ളത് വലുതാകണം, അതല്ല സഭ, ബൈബിള്, വചനം, വേദപുസ്തകം അതല്ല പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും ഞാൻ മോശമായിട്ട് സംസാരിക്കുന്നു തോന്നുന്നുണ്ടോ? വായിച്ചേ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ. കണ്ടോ, ഇങ്ങനെ ചെയ്താൽ ഒരു നാൾ എന്ത് ചെയ്യത്തില്ല? കണ്ടോ, ഒരിടത്തും കർത്താവ് പറയൂല എനിക്കിതിനെ അറിഞ്ഞൂടെന്ന് പറയുമോ? ഇല്ല. കർത്താവ് പറയും, മക്കളെ, കർത്താവ് ചേർത്ത് പിടിക്കും. ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് ഭയങ്കര ഒരു പ്രസംഗം. ആര് പ്രസംഗിക്കുകയാണ്? പത്രോസ് മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് 120 പേർ ഒരുമിച്ച് കൂടിയിരുന്ന്, അപ്പോൾ അവിടെ അഭിഷേകത്താൽ നിറഞ്ഞു ഇല്ലേ? യേശുക്രിസ്തു പോയിക്കഴിഞ്ഞ് അവരെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഭയങ്കര ദൈവശക്തി ഇറങ്ങി, പരിശുദ്ധാത്മാവ് ഇറങ്ങി. 120 പേരുടെ മേലും ആത്മാവിൻ്റെ തീ അങ്ങ് ആളി കത്തിയപ്പോൾ എന്താ സംഭവിച്ചേ? സ്തോത്രം. കത്തിയപ്പോൾ എല്ലാവരും ആത്മാവിലായി അന്യഭാഷയിൽ സംസാരിച്ച് തുടങ്ങി. ആ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് നിന്നു. ആരാ? പത്രോസ്. ശക്തമായിട്ടുള്ള വചനം അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചു? കുത്തുകൊണ്ടു. ജനങ്ങൾക്കെല്ലാം എന്ത് ചെയ്തു? ഹൃദയത്തിൽ പ്രസംഗം കേട്ടപ്പോൾ കുത്തുകൊണ്ട്. വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യം മുതൽ വായിച്ചേ. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട്. എല്ലാവരും ശ്രദ്ധിക്കണേ വായിക്കുന്ന വചനം. നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്ന അസാധ്യമായിരുന്നു. യേശുവിനെ മരണത്തിന് പിടിച്ചു വെക്കുന്നത്. അടുത്ത വരി. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഈ വരിയാണ് ഇന്നലെ ഞാൻ പ്രസംഗിച്ചില്ലേ? എന്തോന്നാ? ഭക്തി. കർത്താവിന് എൻ്റെ മുമ്പിൽ എപ്പോഴും മതി. കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധന്റെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങൾ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. സഹോദരന്മാരായ പുരുഷന്മാരെ, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം. എല്ലാരും കേൾക്കുന്നുണ്ടോ വചനം? അവന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. എന്നാൽ അവൻ പ്രവാചകൻ ആകയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല. അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുമ്പുകൂട്ടി കണ്ടു പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. അവൻ ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ദാവീദ് ഇതെന്താണ്? പ്രസംഗമാണ്. പത്രോസ് പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ച വരികളാണ് ഈ കേൾപ്പിക്കുന്നത്. വായിച്ചേ. ദാവീദ് സ്വർഗ്ഗാരോഹണം ചെയ്തില്ലല്ലോ, എന്നാൽ അവൻ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് പറയുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. 37 വായിച്ചേ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. കണ്ടോ? പ്രസംഗം കേട്ടപ്പോൾ എന്ത് കൊണ്ടു? ആത്മാവ് വചനം പ്രസംഗിക്കരുത്, കുത്തുകൊള്ളു. കർത്താവ് പറയുന്നത് നിനക്ക് ഇവിടെ നല്ലതെന്ന് തോന്നുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ചുക്കുമല്ല. സ്തോത്രം. അറിയാതെ നമ്മൾ വീണു പോകരുത്. വായിച്ചേ. കുത്തുകൊണ്ടുന്ന സുവിശേഷം. ലൂക്കോസ് 24 എമ്മൗസിലേക്ക് 2 പേര് പോയി. എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ആരും? എമ്മൗസിലേക്ക് 2 പേര് പോയപ്പോൾ യേശു കൂടെ നടന്നു അല്ലേ? അപ്പോൾ ഇവർ കൂടെ നടക്കുമ്പോൾ യേശു സംസാരിച്ചുകൊണ്ടിരുന്നു, പഴയ നിയമമൊക്കെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുത്തുകൊണ്ടുകൊണ്ടിരുന്നു. അവരുടെ അകത്ത് കത്തിക്കൊണ്ടിരുന്നു. വചനം കത്തിക്കൊണ്ടിരുന്നു. 24 കത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എഴുതിയത്. കത്തിക്കൊണ്ടിരുന്നു. ഇവിടെ പറയുന്നു കുത്തുകൊണ്ടു. അടുത്ത വരി.
ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, കണ്ടോ സ്ഥാനം അങ്ങനെ നോക്കിയേ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അടുത്ത വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരെ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. വാഗ്ദത്തം എല്ലാവർക്കും ഉള്ളതാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടി, വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റം. കരടിച്ച്, വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നമ്മൾ വചനം കേട്ടുകൊണ്ടിരുന്നത്, നമ്മൾ പണിയുന്നത് ക്രിസ്തുവിലായിരിക്കണം, ക്രിസ്തുവിൻ്റെ വചനപ്രകാരമായിരിക്കണം. ക്രിസ്തുവിലുള്ള അല്ലാത്തതെല്ലാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? കത്തിപ്പോകുമെന്ന് പറഞ്ഞു. നമ്മൾ സ്നാനപ്പെടാത്തവരെല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവ് അതിനൊരു അവസരം എനിക്ക് ഒരുക്കി തരണേ എന്ന് പ്രാർത്ഥിക്കണം. അത് നീട്ടിക്കൊണ്ട് പോകരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയും സ്നാനപ്പെട്ട് അപ്പച്ചനായിട്ട് ജീവിക്കാൻ സ്വത്രം ഏൽപ്പിച്ചു കൊടുക്കുകയും അടുത്ത കർത്തൃമേശയ്ക്കെങ്കിലും എന്ത് ചെയ്യണം? എല്ലാവരും അതിനു മുമ്പ് അതോടുകൂടെ സ്നാനമെടുത്ത് കർത്തൃമേശ സ്വീകരിക്കുക. ഇപ്പോഴേ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. 4-ാം അധ്യായം 2 കൊരിന്ത്യർക്ക് ലേഖനം വായിക്കുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. 17 വായിച്ചേ. 4:17 2 കൊരിന്ത്യർക്ക് ലേഖനം 4:17 വായിച്ചു. നുടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൽ ജീവിക്കുന്ന ഒരു പൈതലിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്ന ഒരു നൊടി നേരം മാത്രമേ ഉള്ളൂ. അവരുടെ ജീവിതത്തിനകത്ത് പ്രശ്നം ഉണ്ടെന്നിട്ട് പ്രശ്നം വരും, ഭാരം വരും, ചിലപ്പോൾ ഒറ്റപ്പെടൽ വരും, നിന്നിച്ചെന്ന് വരും, കല്ല് പറക്കി വെച്ച് കല്ലെറിയാൻ നിന്നെന്ന് വരും. പക്ഷേ അവരുടെ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു നൊടി എന്ന് വെച്ചാൽ കണ്ണടച്ച് തുറക്കും മുമ്പ് തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ. അർത്ഥം, ഈ ഭൂമിയിൽ ഒരു നൊടി നേരത്തേക്കുള്ള ജീവിതമേ നമുക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു ജീവിതമാണ് ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം. അപ്പോൾ ഇവിടെ എങ്ങനെ ഒരു നൊടി നേരം, അപ്പോൾ സ്വത്രം പിന്നെയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അവസാനമില്ലാത്ത ജീവിതമാണ്. അവസാനമില്ല. പിന്നെ യുഗായുഗം നമ്മൾ യേശുവിനോട് കൂടെയാണ്. അപ്പോൾ നിന്നയുണ്ടെങ്കിലും ദുഷിയുണ്ടെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഞാൻ അതല്ലേ പറയുന്നത്, സ്വത്രം കർത്താവിനെ കണ്ടുമുട്ടിയാലെല്ലാം തീരുമെന്നാണോ? തീരുമില്ല. പ്രശ്നം ചിലപ്പം കൂടിയെന്ന് വരും, പ്രശ്നം ചിലപ്പം സ്വത്രം പ്രശ്നം വേറൊരു രീതിയിലേക്ക് പോയെന്ന് വരും, ചിലപ്പോൾ അല്പം കുറയും, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് പോകും. ഇതെല്ലാം ഉണ്ടാകും. പക്ഷേ ദൈവത്തിൻ്റെ പൈതൽ ഇതൊന്നും അറിയുന്നില്ല. സ്വത്രം ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്ത ആളായി. കൊരിന്ത്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തതിന് 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. കണ്ടോ? സ്തോത്രം. ക്രൂശിക്കപ്പെട്ട യേശുവിലല്ലാതെ മറ്റൊന്നും അറിയാത്ത യേശുവിനെ മാത്രം അറിഞ്ഞുകൊണ്ട്, വേറെ നിന്നവരും നമ്മൾ അറിയുന്നില്ല. കാറ്റുണ്ടാകും, പ്രയാസം ഉണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. പക്ഷേ ഇതൊന്നും ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു പൈതലിനെ കുലുക്കാൻ പറ്റത്തില്ല. കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ. അവർ ജീവിക്കുന്ന യേശുവിലാണ്. പ്രശ്നമില്ലെന്നല്ല, പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്. അവിടെ എല്ലാം ഒരു തീ കഷണമായിട്ട് വേണം. ഓ ജീസസ്, നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്? പ്രശ്നം ഇല്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, എല്ലായിടത്തും അപ്പോസ്തലൻ നിന്ന് ഇങ്ങനെ ഇരുന്നു, ഒരു തീ കഷണമായി നിന്നു. അപ്പോൾ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം വായിച്ചേ. ഇനി ഒന്നുകൂടെ വായിച്ചത്. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾ കിട്ടുവാൻ ഹേതുവാകുന്നു. അതല്ലേ നമുക്ക് ഭാരമില്ലാത്ത. കാരണം ഈ നൊടി നേരം കൊണ്ട് ഇതെല്ലാം അങ്ങ് പോകും. ദൈവത്തിന് സ്തോത്രം. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണും. നമ്മിൽ ഒരു വെളിപ്പെടാനുള്ള ഒരു തേജസ് ഉണ്ട്. ആമേൻ. നമ്മിലൊരു തേജസ് വെളിപ്പെടാൻ സമയമായി അല്ലേ? ഹല്ലേലൂയ. അത് ഓർത്താൽ ഇവിടെ ഒന്നുമേ അല്ല, തേജസ് വെളിപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് നമ്മൾ എന്ത് ചെയ്യും? രൂപാന്തരപ്പെടും. വായിച്ചേ 8:18. റോമൻ 8:18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഈ കാലത്തിലെ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അടുത്ത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ
റോമർ 8:37 വായിക്കുമ്പോൾ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. വായിച്ചേ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം പ്രാപിക്കുന്നു. കണ്ടോ, 2 കൊരിന്ത്യർ 3:18 വായിക്കുമ്പോൾ വായിച്ചേ. എന്നാൽ മൂടുപട നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. ഒരു ദിവസം തേജസ്സിന്റെ മേൽ നൊടി നേരം, ഇവിടെ എത്ര നേരമുണ്ട്? ഒരു നൊടി നേരമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മളെല്ലാം ഇവിടെ കണ്ണു തുറക്കും. എവിടെയായിരിക്കും? കർത്താവിന്റെ അടുക്കലായിരിക്കും. അപ്പോൾ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് വായിച്ച് 2 കൊരിന്ത്യർ 3:18. എന്നാൽ മൂടുപട നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. വീണ്ടും നമ്മൾ ഇന്നലെ ചിന്തിച്ചു, എബ്രായർ 12:10 മുതൽ അങ്ങോട്ട് 10-11 വായിക്കുമ്പോൾ അവർ ശിക്ഷിച്ചത് കുറെ കാലം തങ്ങൾക്ക് ബോധിച്ച പ്രകാരം അത്രേ, അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടത് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നു. വായിച്ചേ. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുമ്പോൾ ചില സ്ഥലത്തിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നു. ഒരിടത്തും എന്തേല്ലേ പതറല്ലേ, ചിലയിടത്തൂടെയൊക്കെ കൊണ്ടുപോകും. എന്തിനു വേണ്ടിയാണ്? യേശുവിനെ പോലെ ആക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ പോലെ ആക്കാൻ കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ലേ? പിന്മാറി പോകല്ലേ, അകന്നു പോകല്ലേ, വീണു പോകാതിരിക്കാൻ ക്രിസ്തുവിൽ ആശ്രയിച്ചോളണം. ആ കൃപ നമുക്കില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വീണു പോകും. വായിച്ചേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നാം അവന്റെ വിശുദ്ധി, ആരുടെ വിശുദ്ധി പ്രാപിക്കണം? യേശുവിന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനായി നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. നമ്മുടെ ഗുണത്തിനായിട്ടാണ് നമുക്ക് ശിക്ഷ കിട്ടുന്നത്. അടുത്ത് ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, തൽക്കാലം എന്തല്ല? സന്തോഷം അല്ല, ദുഃഖം. ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. യാക്കോബിന്റെ ലേഖനം 1:3-4 വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിര ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. വായിച്ചേ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ വിശ്വാസത്തിന് എന്തുണ്ട്? ഒരു പരിശോധന ഉണ്ട്. ഒരു ഭവനത്തിൽ ഭയങ്കര ഹൈന്ദവ കുടുംബമാണ് ഒരു കുടുംബം. വിശ്വാസത്തിൻ്റെ പരിശോധനയ്ക്ക് ഒരു കാര്യം പറയുക, ഭയങ്കര ഹൈന്ദവ കുടുംബം. അങ്ങനെ അവിടെയുള്ള സിസ്റ്റർ എങ്ങനെ യേശുവിനെ കണ്ടുമുട്ടി? ആരെ കണ്ടുമുട്ടി? യേശുവിനെ കണ്ടുമുട്ടി. അപ്പോൾ അവരതോടും കൂടെ വീട്ടിനകത്ത് പൂജ ചെയ്യുന്ന പൂജമുറിയുണ്ട്, അവിടെ വിളക്ക് കത്തിക്കാതായി. പിന്നെ ക്ഷേത്രത്തിൽ പോകാതായി. സ്വത്രം. അപ്പോൾ ഭർത്താവ് വിദേശത്താണ്. അങ്ങനെ ഭർത്താവ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ വരും, നീ 2-1 തീരുമാനിച്ചോളണം. ഒന്നുകിൽ നീ യേശുവിൻ്റെ കൂടെ പൊയ്ക്കോളണം, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ജീവിച്ച് എൻ്റെ കൂടെ അമ്പലത്തിൽ വന്ന് എൻ്റെ കൂടെ തൊഴുത് എൻ്റെ കൂടെ പൂജ ചെയ്തോളണം. ഏത് നീ തിരഞ്ഞെടുക്കും? നമ്മളെങ്കിൽ ഏത് തിരഞ്ഞെടുക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഏത് തിരഞ്ഞെടുക്കും? വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. വിശ്വാസത്തിൻ്റെ പരിശോധന, വിശ്വാസം ഉണ്ടോ എന്ന് പരിശോധന വരും. സഹോദരി ഭർത്താവ് വീട്ടിൽ വന്നു, കാര്യങ്ങളെല്ലാം ചോദിച്ചു. കുറേ നാളുകൊണ്ട് നിലവിളക്ക് കൊളുത്തൊക്കെ ഇല്ല, അവിടെ പൂജയില്ല. പൂജാമുറിയിൽ ഭർത്താവ് നോക്കിയപ്പോൾ അവിടെ ഒരു അനക്കവും ഇല്ല. അവിടെ പൊടി അടിച്ച് കുടയോ തട്ടുകയോ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഭർത്താവിന് ദേഷ്യം വന്നു. നീ ഇന്ന് തീരുമാനിക്കണം, ഒന്നുകിൽ നീ എൻ്റെ ഭാര്യയായി ഞാൻ പോകുന്നിടത്ത് പൂജയ്ക്ക് വന്ന് ഈ നിലവിളക്ക് കൊളുത്തി സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാം, അല്ല എങ്കിൽ നീ ഇവിടെ നിന്നിറങ്ങണം. നീ ഏത് തിരഞ്ഞെടുക്കും? അവൾ പറഞ്ഞു, ആ സഹോദരി പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു പൂജയ്ക്കും വരില്ല, ഒന്നും ചെയ്യില്ല, ഞാൻ പള്ളിയിലും പോകില്ല, പിന്നെ ഞാനിവിടെ ഒച്ചയിൽ പ്രാർത്ഥിക്കുകയില്ല, ഞാൻ ബൈബിളും വീട്ടിൽ വെച്ചേക്കത്തില്ല, ഈ വീട്ടിൽ ബൈബിളും വെച്ചിരിക്കില്ല, ഞാൻ വേറെ ഒരു പള്ളികളിലും പോകില്ല, ഞാൻ വീട്ടിൽ ഇരുന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം തന്ന വചനം ധ്യാനിച്ച് ജീവിച്ചോളാം. ചേട്ടൻ്റെ ഭാര്യയായി കുഞ്ഞിനെ വളർത്തി ഞാൻ ജീവിച്ചോളാം. നിങ്ങളുടെ മുമ്പിൽ വെച്ചോ അല്ലാതെയോ ഞാൻ രഹസ്യത്തിലോ പരസ്യത്തിലോ ഒരു പള്ളിയിലും പോകില്ല, വീട്ടിൽ ഇരുന്ന് ഞാൻ ആരാധിച്ചോളാം. ഇല്ല, പറ്റൂല, എൻ്റെ കൂടെ ക്ഷേത്രത്തിൽ വന്നാലേ പറ്റൂ. നമ്മളെങ്കിൽ ഏത് തിരഞ്ഞെടുക്കും? സഹോദരി പതുക്കെ വീട് വിട്ട് ഇറങ്ങി സ്വത്രം ഒരു ചെറിയ വാടക വീട്. ഇറങ്ങിയപ്പോൾ തന്നെ ഭർത്താവിൻ്റെ ആ വീട്ടിൽ ഇവർ പോലും ചിന്തിച്ചില്ല, അമ്മ ഭർത്താവിൻ്റെ അമ്മയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതോ ഇവരുടെ അമ്മയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവർ യേശുവിനെ രുചിച്ചവരാണ്. അവരും കൂടെ ഈ മകളുടെ കൂടെ അങ്ങ് ഇറങ്ങി. അപ്പോൾ പിന്നെ ആരേ ഉള്ളൂ? അപ്പനും മോനും മാത്രമേ. വിശ്വാസത്തിൻ്റെ പരിശോധന പറയുക, അപ്പനും മോനും മാത്രമേ ഉള്ളൂ.
അപ്പൻ മോനെയും കൂടെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇതിനെയും കൂടെ കൊണ്ടുപോയിക്കോന്ന്. അപ്പോൾ ആ സഹോദരി പറഞ്ഞിട്ട് പോയെന്നറിയാമോ? ചേട്ടാ, ഞാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്താണ് പോകുന്നത്. എപ്പോൾ ചേട്ടൻ വിളിച്ചാലും ഞാൻ വരും. ഞാൻ ചേട്ടൻ്റെ വിളി കാത്താണ് ആ വീട്ടിൽ താമസിക്കാൻ പോകുന്നത്. സ്വത്രം. നിങ്ങൾക്ക് എത്രക്ക് മനസ്സിലായി? വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത്. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാണ്. നമുക്ക് ചിലപ്പോൾ വിശ്വാസം ഉണ്ടോ എന്നറിയാൻ പല പരീക്ഷകളും വരും. ദൈവത്തെ തള്ളിപ്പറയുമെന്നറിയാൻ പല പരീക്ഷകളും വരും. വായിച്ചേ, ആ വാക്യം വായിച്ചേ. യാക്കോബ് 1:3-4. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. അടുത്ത് 1 പത്രോസ് 1:6-8. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. എന്തുകൊണ്ട്? വഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കർത്താവിനെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്തോത്രം, 30-ാം അധ്യായം 5-ാം വാക്യം കൂടെ വായിച്ചേ. സങ്കീർത്തനം 30:5 വായിച്ചേ. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. നമുക്ക് മതി. കർത്താവിന്റെ പ്രസാദം എത്രയുണ്ട്? എവിടം വരെ ഉണ്ട്? ജീവപര്യന്തം. കർത്താവിന്റെ പ്രസാദം എത്ര വരെ ഉണ്ട്? ജീവപര്യന്തമാണ്. അപ്പോൾ ആ കർത്താവിൻ്റെ കണ്ടുമുട്ടുവാനും ആ കർത്താവിൻ്റെ കൃപയിൽ നിറയുവാനും ദൈവം നമ്മളെ ഒരുക്കിയതോർത്ത് സ്തോത്രം. നുടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അനവധി തേജസ്സായി നിത്യഘനം നൽകുവാൻ കാരണമാകുന്നു. അപ്പോൾ ഈ പ്രതികൂലങ്ങളെല്ലാം വിശ്വാസം വരും, പരിശോധന വരും, ചില കാര്യങ്ങളെല്ലാം വരും. അവിടെ ഒന്നും തകർന്നു പോകല്ലേ. ഒരു നുടി നേരമേ ഈ പ്രശ്നങ്ങളുള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ പറന്ന് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പോകും. ഹല്ലേലൂയ. ആ വീട്ടിൽ എന്തില്ല? ഇവിടുത്തെ പോലെ പ്രശ്നമില്ല, ഇവിടുത്തെ പോലെ പ്രതിസന്ധിയില്ല, ഇവിടുത്തെ പോലെ രോഗമില്ല, ഇവിടുത്തെ പോലെ നിന്നയില്ല, ഇവിടുത്തെ പോലെ ഒറ്റപ്പെടലില്ല, ഇവിടുത്തെ പോലെ തരം താഴ്ത്തലില്ല, ഇവിടുത്തെ പോലെ വേറെ ഒന്നുമില്ല. പിന്നെ അവിടെ ആര് മാത്രമേ ഉള്ളൂ? യേശു മാത്രമേ ഉള്ളൂ. അവിടെ സന്തോഷമാണ്, ആനന്ദമാണ്. അവിടെ ദൈവകൃപ എപ്പോഴും നിറഞ്ഞു നിൽക്കും. ക്രിസ്തുവാണ് വെളിച്ചം. ആ രാജ്യത്തിൽ പോകുവാൻ നമ്മൾ എല്ലാവരും ദൈവം ഇനി വീണ്ടും ശക്തീകരിച്ച് ആത്മാവിൽ നിറയ്ക്കട്ടെ.